നമസ്കാരം. മുജാഹിദുകാർ വീട്ടിൽ വന്ന ഒരു സംഭവം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് മറ്റൊന്നുമല്ല, ഈ പൊതുവെ സുന്നത്ത് ജമാഅത്തിലുള്ള ആളുകളൊക്കെ ഇത്തരം സൂഫി വര്യന്മാരെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളും അത്തരം ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നവരൊക്കെയാണല്ലോ. അത്തരം വിഷയങ്ങളെ എതിർക്കുന്നവരാണല്ലോ ഈ പ്രസ്ഥാനം, മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിനുവേണ്ടി അവർ ഖുർആനിൽ നിന്ന് പല തെളിവുകളും എടുത്തുകൊണ്ട് ഉദ്ധരിക്കാറുണ്ട്. ശരിക്ക് ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെയും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കിട്ടുകയുള്ളൂ. പല സ്ഥലത്തും പല വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും വന്നു ചേരുന്ന അവസാനത്തെ ഒരു തീരുമാനമുണ്ട്. അവസാന ഒരു തീരുമാനം അത് പൂർണ്ണമായിട്ടും പഠിച്ചെങ്കിൽ മാത്രമേ ആ അവസാന ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് പൊതുവെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തുകയും സംവാദങ്ങൾ നടത്തുകയും അങ്ങനെ പലതരത്തിൽ പല വിഭാഗക്കാരോട് ഇത്തരം സംവാദ വേദികൾ പങ്കിടുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ ഞാൻ ആലോചിക്കും, ഇത്തരം തർക്കങ്ങളുടെ ആവശ്യം എന്തിരിക്കുന്നു? ഖുർആനിൽ നിന്ന് തെളിവെടുത്തുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. സുന്നികൾ മുജാഹിദിനോട് സംസാരിക്കുന്നതും മുജാഹിദ് സുന്നിയോട് സംസാരിക്കുന്നതും ഖുർആൻ എടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും വാദപ്രതിവാദം നടത്താനുള്ള അറിവ് ഈ ഖുർആനിലുണ്ട്. ഒരു വിഭാഗം ഇത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ ഇതിൽ നിന്ന് രണ്ടു കൂട്ടരും അടർത്തിയെടുക്കുന്ന ചില അറിവുകളുണ്ട്. മൊത്തത്തിൽ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ സംശയമില്ലാതെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഒരു വിഭാഗം നല്ലതായിട്ടും ഒരു വിഭാഗം മോശമായിട്ടും ഈ ലോകത്ത് ജന്മം കൊണ്ടിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത് അവരവർ തന്നെയാണ് അതിൻ്റെ അവസാന നിമിഷം അറിയുന്നത്. കാരണം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദപ്രതിവാദം നടത്തി ഞാൻ ജയിച്ചു നീ തോറ്റു എന്നൊക്കെ പറഞ്ഞു പോയാലും എല്ലാ വിഭാഗങ്ങളും തോക്കുന്നൊരു സമയമാണല്ലോ മരണം എന്ന് പറയുന്നത്. ഈ മരണാനന്തര ശേഷമുള്ള വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഈ മരണാനന്തര ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഊഹത്തിൽ നിന്നുകൊണ്ട് രണ്ടു കൂട്ടർക്കും തർക്കിക്കാനേ കഴിയുകയുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം അവനവൻ മരിച്ച് പോയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത്തരം വിഷയങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വെറുതെ തമ്മിൽ തല്ലി സമയം കളയുന്ന കുറേ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു തല്ലുപിടുത്തം ഇവർക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇവരിതൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സൂഫികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ ഇത്തരം വാദപ്രതിവാദങ്ങൾക്ക് പോകാതെ ആരോടും ഒരു മത്സരം നടത്താതെ അവരവരുടെ കാര്യം നോക്കി ഇരുന്നതിൻ്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ അവരിതെല്ലാം മൊത്തത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ അൽ-ബഖറ സൂറത്ത് ആണ് അതിൽ നിന്ന് ഏറ്റവും ഉചിതമായത്. അപ്പോൾ അൽ-ബഖറ സൂറത്തിലെ ഒരു വിഷയമാണ് ഞാനും ഈ കൂട്ടരോട് ചോദിച്ചത്.
ഞാൻ ഖബർ സിയാറത്ത് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അടുക്കൽ എന്നെ പരിചയമുള്ള കുറച്ച് ആളുകൾ വരികയും അവർ വന്ന് വീട്ടിൽ കയറി അങ്ങനെ എന്നോട് ഖബർ സിയാറത്ത് ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി. കാഞ്ഞിരമുറ്റത്ത് നടക്കുന്നത് ശിർക്കല്ലേ, അങ്ങനെ ഓരോ ദർഗകളിൽ നടക്കുന്നത് ശിർക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരുടെ ശിർക്ക് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചന്ദനക്കുടം എന്ന് പറഞ്ഞുകൊണ്ട് ആനയും അമ്പാരിയും ഒക്കെ ആയിട്ടുള്ള ചടങ്ങുകൾ, കൊടികയറ്റം, ഇതൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ, അത് ഇസ്ലാമിൽ അനുവദനീയമല്ലല്ലോ. ഇതാണ് പൊതുവേ ഉള്ള ഇവരുടെ ഒരു രീതി. ഏതെങ്കിലും ഒരു സൂഫി ജീവിച്ചിരിക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണാനന്തര ശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കണ്ട ഷെയ്ഖന്മാരാരും അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ചന്ദനക്കുടം നടത്തണം, ഇങ്ങനെ ഇതൊക്കെ കൊണ്ടാടണം എന്ന് പറയുന്ന പരിപാടി പറഞ്ഞു തന്നതായിട്ട് ഓർക്കുന്നില്ല. എങ്കിലും ചില സൂഫികളൊക്കെ മരിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നത്, ഇപ്പോൾ സിറാജുദ്ദീൻ തങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ ഞാൻ ആലോചിക്കുകയാണ്, മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ നേരത്തെ തന്നെ അവർക്ക് കിടക്കാനുള്ള ഖബർ അവർ കുഴിച്ചിട്ടിരുന്നു. എനിക്ക് അവിടെയാണ് കിടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഖബർ കുഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വഫാത്തായത്. മടവൂർ ഷെയ്ഖിനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ മടവൂർ ഷെയ്ഖും അവസാന സമയം ചെന്നപ്പോൾ അങ്ങോട്ട് ആരെയും കയറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത് തന്നെ തുറക്കും, എല്ലാവർക്കും കാണാമെന്നാണ് പറഞ്ഞത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മടവൂർ ഷെയ്ഖ് വഫാത്താകുന്നത്. ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ ഞാനുള്ള എൻ്റെ മഹലിലെ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്ത് അങ്ങോട്ട് കയറി വന്നിട്ട് ഖത്തീബിനോട് പറയുമ്പോൾ ഞാനുമുണ്ട് ആ റൂമിൽ, ഞാൻ നിന്നോട് യാത്ര ചോദിക്കാൻ വന്നതാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടാണ് വഫാത്താകുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ പോകാൻ പോകുന്ന കാര്യം അവർക്ക് തന്നെ തിരിഞ്ഞിട്ടാണ്, അത് കണ്ട ആളുമാണ് ഞാൻ. ഇതൊക്കെ വെറും നുണയാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷെ അനുഭവിച്ചവർക്ക് ആ അനുഭവങ്ങളാണ് ഏറ്റവും വലുത്. അപ്പം ഇവർ വന്ന് ഇങ്ങനെ സംസാരങ്ങൾ നടത്തി, തർക്കങ്ങൾ നടത്തി, ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി, ശിർക്കും കുഫ്റും ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എന്താണ്? എന്താണ് ശരിയായ വിശ്വാസം? അവർ പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല, നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റബ്ബിനോട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. അതിന് അവർ ഖുർആനിൽ നിന്ന് ചില വചനങ്ങളൊക്കെ എടുത്തിട്ട് എന്നോട് സംസാരിച്ചു. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അവനെ അല്ലാതെ വേറൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഖുർആൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ചർച്ച നടത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിയാണ് ആദ്യത്തെ മനുഷ്യൻ എന്നുള്ളത് നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. ഹവ്വയാണ് ഭാര്യ എന്നുള്ളത് നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. എന്തായാലും ആദമിനെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോടും ജിന്നുകളോടും ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്ക്. പണ്ഡിതന്മാരുടെ വിഷയം ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് ശരീഅത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ശരീഅത്ത് നിയമങ്ങളല്ല സൂഫിസത്തിലുള്ളത്, ശരീഅത്ത് സ്കൂൾ ജീവിതമാണ്. അപ്പോൾ ആ സ്കൂൾ കലാലയത്തിൽ പഠിക്കുന്ന അറിവ്, അപ്പോൾ അവിടുത്തെ ചർച്ചകളാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തു വന്നപ്പോൾ അള്ള മാത്രമേ ഉള്ളൂ, അള്ള അല്ലാതെ വേറൊരു ഇലാഹില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിന് സുജൂദ് ചെയ്യാനാണ് അള്ള പറഞ്ഞത്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനല്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് നിങ്ങൾ പറയുന്നു, അള്ള പറയുന്നു ആദമിന് സുജൂദ് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനല്ലേ അള്ള പഠിപ്പിക്കേണ്ടത് ആദമിനോട്? ആദമേ, നീ എനിക്ക് സുജൂദ് ചെയ്യൂ എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? എന്തിന് ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു? മനുഷ്യന്മാരുടെ കാര്യം പിന്നത്തെ കാര്യമാണ്. ഇതൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു, മലക്കുകൾ സുജൂദ് ചെയ്തു എന്ന് പറയണം. പക്ഷെ ഒരാൾ മാത്രം സുജൂദ് ചെയ്തില്ല. അതാരാണെന്ന് മുസ്ലിങ്ങളായ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ആളെയാണ് ഇന്ന് ഇബ്ലീസ് എന്നൊക്കെ വിളിക്കുന്നത്.
അപ്പൊ ഈ ബിലീസ് പറഞ്ഞത് നീ മാത്രമേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ, അള്ളാനെ അല്ലാതെ വേറൊന്നിനെയും ഞാൻ വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ അൽബക്കറ സൂറത്ത് ഞാൻ അവരുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് അതിന്റെ മലയാള പരിഭാഷ എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ഭാഗം നിങ്ങൾ ഒച്ചത്തിലൊന്ന് വായിക്കും. അവരെ കൊണ്ട് ഞാൻ ഉച്ചത്തിൽ വായിപ്പിച്ചു. അപ്പൊ അവർ വായിക്കുകയാണ്. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസിയല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് അള്ള മാത്രമേ ഉള്ളൂന്ന്, വേറൊന്നിനെയും വിശ്വസിക്കാൻ പാടില്ല എന്ന്? അപ്പൊ ഈ ഖുർആനിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണ എന്താണ്? മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും എങ്കിൽ അവൻ വിശ്വാസിയില്ല. അപ്പൊ അള്ളാഹ് ഉണ്ട് എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല എന്നാ പറയണം. അപ്പൊ പിന്നെ എന്തൊക്കെ വിശ്വസിച്ചാലാണ് ഒരാൾ വിശ്വാസിയാകണത്? അപ്പൊ അവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ സംസാരങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളെ ഞാനിപ്പോൾ എന്ത് വിളിക്കണം? ഈ പറഞ്ഞ പോലെ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണമെന്ന് വാശി പിടിച്ച ആളുടെ പേര് ഇബ്ലീസായെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണ് അള്ളാഹിനെ മാത്രം വിളിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ എന്ത് വിളിക്കും? അപ്പൊ അതുകൊണ്ട് ഇതിനാദ്യം ഉത്തരവുണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കാഞ്ഞിരമുറ്റത്ത് നടക്കുന്നത് ശിർക്കാണ്, ഞാൻ അംഗീകരിക്കുന്നു. അവിടെ നടക്കുന്ന ആണ്ട് നേർച്ച പരിപാടികളൊക്കെ കമ്മിറ്റിക്കാരുണ്ടാക്കുന്ന ചടങ്ങുകൾ, പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികൾ. പക്ഷെ ആ പണം ഉണ്ടാക്കുന്ന പരിപാടികളിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യം ജീവിതമാണല്ലോ. ജീവിച്ച് ഓരോ ആളുകളുടെയും ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി ചാർജ് തീരുന്നത് ആരും അറിയുന്നില്ല. ഒരു ക്ലോക്കിൻ്റെ ബാറ്ററി തീർന്നാൽ മാറ്റിയിടാം, പക്ഷെ മനുഷ്യൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ മാറ്റിയിടാൻ പറ്റിയ ബാറ്ററി ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് എല്ലാ വിഭാഗങ്ങളും തർക്കങ്ങൾ നടത്തി പരസ്പരം മനുഷ്യസ്നേഹമില്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും അവരവരുടെ വിശ്വാസങ്ങളിൽ യാത്ര ചെയ്തോട്ടെ, ആരും അതിനെതിരല്ല. ആ എതിരാകുകയും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ ലോകത്ത് ജനിച്ചു. ഒരു കുടുംബത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു BJP-ക്കാരൻ ഉണ്ടായിപ്പോയാൽ ഈ അച്ഛനും അമ്മയും എന്ത് ചെയ്യാൻ പറ്റും? 3 പേരും കൂടി അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാവും. ഇത് കണ്ട് അച്ഛനും അമ്മയും വായും പൊളിച്ചിരിക്കേണ്ട അവസ്ഥ വരും. 3 മക്കളും അവർക്ക് പ്രിയപ്പെട്ടതാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും പ്രിയപ്പെട്ടത് തന്നെയാണ്. ആശയക്കുഴപ്പത്തിലാണ്, കൺഫ്യൂഷനായിരിക്കുകയാണ്. അപ്പം ഇവരെയൊക്കെ പറഞ്ഞ് നേരെയാക്കുക എന്നുള്ളത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. ഓരോരുത്തരും ഓരോ വഴിത്താരയിൽ പെട്ടുകൊണ്ട് തർക്കം നടത്തുകയാണ്. എന്തായാലും നമ്മളൊക്കെ മരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ശരിയേതാണ് തെറ്റേതാണ്. അപ്പം അതുകൊണ്ടിട്ട് അത്തരം വിഷയങ്ങളിൽ തർക്കിക്കാതെ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായ വിശ്വാസം എന്താണോ അതിൽ മുറുകെ പിടിച്ച് നിങ്ങൾ പോവുക, ഞങ്ങൾക്ക് മനസ്സിലായ വിശ്വാസത്തിൽ ഞങ്ങൾ പോവുക. എന്തായാലും ഇവിടെ ആരെയും നമുക്ക് ബലം പിടിച്ച് നേരെയാക്കാനൊന്നും പറ്റില്ല. നന്നാകേണ്ടവർ നന്നാകുകയും നശിക്കേണ്ടവർ നശിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നന്നാകേണ്ടിരുന്നത് ഇനിയിപ്പോൾ ഈ വിശ്വാസം, ഇപ്പം ഞാൻ പറയുന്ന വിശ്വാസം ശരിയല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം എനിക്കല്ലേ, ഞാനല്ലേ അനുഭവിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. നിങ്ങൾ ശരിയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ശരിയാണെന്ന് നിങ്ങളെങ്ങനെ വിശ്വസിക്കും? നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ ഇത് എവിടെയും എത്തില്ല. അപ്പം നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങളും, ഞാൻ ജയിക്കാൻ വേണ്ടി ഞാനും ആയി പോവുകയാണ്. അപ്പം ജയിക്കാൻ വേണ്ടിയുള്ള വാക്കുതർക്കങ്ങളാണ് നടക്കുന്നത്. സത്യത്തിൽ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു തർക്കം ഇവിടെ എവിടെയും നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ആ വിഷയം അത്രയേ ഉള്ളൂ. അതിലേക്ക് കടന്നു പോകാൻ ഞാനില്ല. കാരണം മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി, സുന്നിയിൽ കുറേ വിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള ശരീഅത്തുപരമായിട്ടുള്ള തർക്കങ്ങൾ, ഇതൊന്നും പറയാനല്ല എൻ്റെ ഉദ്ദേശം. പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സൂചന, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ആ വിഷയം വന്നു പോയതുകൊണ്ട് അത് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷനായിട്ട് കിടക്കും. ഞാൻ ആർക്കും എതിരല്ല. എല്ലാ വിഭാഗങ്ങളും വേണം, എങ്കിലാണ് ഞാൻ എപ്പോഴും പറയുമല്ലോ, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലാണ് ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് ഓരോ പ്രവാചകന്മാരെ സൃഷ്ടിച്ചപ്പോഴും ഓപ്പോസിറ്റ് ഒരു നെഗറ്റീവിന് ഇട്ട് കൊടുത്തത്. അപ്പം അത് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഗുണകരമാകും. ഈ ആളുകൾ, ഈ മുജാഹിദ് അതിൻ്റെ ആളുകൾ പറയും, യാസീൻ എന്തിനാ ഓതണം, മരിച്ച വീട്ടിൽ പോയിട്ട് യാസീൻ ഓതണം എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം ഞാനും
എന്നെ അറിയുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഈ മരിച്ചു കഴിയുമ്പോൾ യാസീൻ ഓതണം എന്തിനാണ്? മുജാഹിദ് പേര് ചോദിക്കണം അതേ ചോദ്യം ഞാനും ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യാസീൻ ഒരു മരിച്ച ആളുടെ മുമ്പിലിരുന്ന് ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മനസ്സിലാക്കിയൊരു കാര്യം, ആ മരിച്ച ആൾക്ക് എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നുള്ളതാണോ? ഒരു നല്ല കാര്യം, നല്ലൊരു ഒരു മരണ വീട്ടിൽ യാസീൻ ഓതുമ്പോൾ ആ മരിച്ച വീട്ടിൽ ഒരു യാസീൻ ഓതുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ഒരു സുന്നത്ത് പോലത്തെ ഒരു കാര്യം ഉദ്ദേശിച്ചൊക്കെ കൊണ്ട് ഓതുന്നവരുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. യാസീൻ എന്ന് പറയുന്ന സൂറത്ത് ഞാനിങ്ങനെയാണ് ചിന്തിക്കാറ്. ഏറ്റവും അധികം ഖുർആനിൽ നിന്ന് ആളുകൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഫാത്തിഹ സൂറത്തും ഈ യാസീൻ സൂറത്തും. ഏറ്റവും അധികം ആളുകൾ എപ്പോഴും ഓതുന്ന ഒരു സൂറ എന്ന് പറയുന്നത് ഫാത്തിഹ സൂറത്തും യാസീനുമാണ്. ഞാൻ അതാണ് ചിന്തിച്ചത്, എപ്പോഴും ഈ യാസീൻ ഓതന എന്താണ്, എപ്പോഴും ഫാത്തിഹ ഓതന എന്താണ്? ഫാത്തിഹയിൽ നോക്കുമ്പോൾ നേരായ മാർഗത്തിലാക്കി തരാൻ അള്ളാഹിനോട് അപേക്ഷിക്കുകയാണ്. നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരാളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ഇതിലൊന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ അയാൾ ഒപ്പിട്ട് തരുമോ? അയാൾ ഒപ്പിട്ട് തരില്ല. എത്ര വലിയ സ്നേഹബന്ധമുള്ള ആളാണെങ്കിലും ഒരു മകൻ ചെന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഈ വൈറ്റ് പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ ഒപ്പിട്ട് തരുമോ? എന്താ കാര്യമെന്ന് അറിയാണ്ട് ചെയ്യില്ല. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നവർ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അറിഞ്ഞിട്ട് വേണം ഓതാൻ. കാരണം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ് എന്നെ നേരായ മാർഗത്തിലാക്കി തരാൻ. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞു എന്നെ നേരായ മാർഗത്തിലാക്കിത്താ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കിത്താ എന്ന് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ അവൻ ഇഷ്ടപ്പെട്ടവരിലേക്ക് അടുപ്പിക്കുമ്പോൾ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ കുറയുകയും ഭൗതികമായ വിഷയങ്ങളൊക്കെ നമുക്ക് പ്രയാസങ്ങളായി മാറുകയും ഭൗതിക ബന്ധങ്ങളൊക്കെ അകലുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെടും. ഇബ്രാഹിം അദ്ദേഹത്തിന് കൊട്ടാരം വിട്ടുപോയ കഥ, അങ്ങനെ എത്രയോ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ പലതും നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച ആരെങ്കിലും കോടീശ്വരന്മാരായിട്ടുണ്ടോ? എല്ലാവരും പിച്ചക്കാരായിട്ടുള്ളൂ. വലിയ ധനികയായിരുന്നു ഖദീജ ബീവി, വലിയ കച്ചവടക്കാരിയാണ്. പക്ഷെ ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഖദീജ ബീവി പട്ടിണി കിടന്നാണ് മരിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം കേട്ടോ. ഞാൻ അറിഞ്ഞൊരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ എന്നതുപോലെ ആരും രക്ഷപ്പെട്ടതായിട്ട് കാണുന്നില്ല. എല്ലാവർക്കും ഭാവിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹിനെ കണ്ടിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. പക്ഷെ ഇവിടെ പലരും സ്വലാത്തും ദിക്റും അതും ഇതും ഒക്കെ നടത്തി രക്ഷപ്പെടാനുള്ള വഴികൾ തേടണ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടേണ്ടത് അവരൊക്കെ ആയിരുന്നില്ലേ? അപ്പോൾ ഭൗതികമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിശാച് സേവ തന്നെ വേണ്ടി വരും. അള്ളാഹിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ പോകും. കാരണം നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇവിടെ അങ്ങനെ ജീവിച്ചു പോവുക. ആ ജീവിതം അവൻ തരും, ഓരോന്നോരോന്നായിട്ട് തരും. അതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് വേദനയും യാതനയൊക്കെ അനുഭവിച്ച് അങ്ങനെ പോവുക. അവൻ്റെ ഒരു കളിപ്പാട്ടമാണ് നമ്മൾ. അവൻ ഉപയോഗിക്കുന്നു, അവനിക്ക് മതിയാകുമ്പോൾ അത് തല്ലിപ്പൊട്ടിക്കുന്നു. അപ്പോൾ ഇത് വെറുതെ തല്ലിപ്പൊട്ടിച്ച് കളയരുത്, ഒരു ഷോക്കേസിലെടുത്ത് വെക്കാനുള്ള രീതിയിലാകണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ യാസീൻ ഓതിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മയന്തുറൂന ഇല്ലാ സിഹത്തം വാഹിദത്തും തഹൂദും വയ്യസിമോൻ. യാസീൻ ഇങ്ങനെ മുഴുവനും ഓതിയപ്പോൾ എനിക്കതൊന്നും മനസ്സിൽ തട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു ഭാഗം മനസ്സിൽ തട്ടി, മയന്തുറൂന ഇല്ലാ സിഹത്തം വാഹിദത്തും തഹൂദും വയ്യസിമോൻ. നമ്മളിവിടെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും തർക്കങ്ങളാണ്, പൂർത്തിയാക്കാൻ പറ്റാത്ത തർക്കങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പാതി വഴിയിലിട്ടിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു അർത്ഥം എന്നെ ചിന്തിപ്പിച്ചു. ഇവിടെ എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും അത് നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു വലിയ പരാക്രമം? ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കയറി. അതേപോലെ തന്നെ ഇന്ന മാമൃഹും ഇതാറാദശേനൂലലഹും കുൻ ഫയക്കുൻ, ഹൃദയം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അപ്പം അങ്ങനെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. അത്തരം പരിശ്രമങ്ങൾ കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഞാനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, അതെല്ലാം സംഭവിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ
ഈ വിഷയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു കുട്ടി, അതിന് ഏകദേശം 17 വയസ്സോളമുണ്ട്. അതിന് ക്യാൻസറാണ്. ഡോക്ടർമാരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി. ആ വീട്ടുകാർ വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പം ഇദ്ദേഹം എന്നോട് ആ കുട്ടിയെ ഒന്ന് കാണാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ നിന്നൊക്കെ മടക്കി. ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല, ഒരു സമാധാനത്തിന് വേണ്ടി ഒരു നല്ല വാക്കൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ. എങ്കിലും ഒരു കുട്ടിയല്ലേ. അപ്പം ഞാനങ്ങനെ അവിടെ ചെന്നു, ആ കുട്ടിയെ കണ്ടു. കുറേ നേരം അതിനോട് തമാശകളൊക്കെ പറഞ്ഞു. അങ്ങനെ അതുമായിട്ട് വലിയ സന്തോഷത്തിലൊക്കെയായി പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ പിതാവ് വന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി എന്നോട് ചോദിച്ചു, എൻ്റെ മോളെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? ആ ചോദ്യം പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനാകെ സ്റ്റക്കായിപ്പോയി. ഇതിനെന്തുത്തരം പറയും? വലിയ വലിയ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസ്. ഞാൻ ഡോക്ടറോ ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തി. അല്ലാഹുവിൻ്റെ മശായിഖന്മാരെ സ്നേഹിച്ചു എന്നുള്ള ഒരു കാര്യമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം എൻ്റെ നേരെ വന്നപ്പോൾ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വാക്ക് വന്നു. ഞാൻ ചോദിച്ചു അവരോട്, ഈ കുട്ടിക്ക് എങ്ങനെയാണ് ക്യാൻസർ വന്നത്? നിങ്ങൾക്കുണ്ടോ ക്യാൻസർ? ഇല്ല. നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ആദ്യത്തെ മകൾക്കുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുട്ടിക്ക് മാത്രം ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ആ കാരണമാണ് കണ്ടെത്തേണ്ടത്. ആ കാരണക്കാരി ഈ കുട്ടിയുടെ മാതാവ് തന്നെയാണ്. അപ്പോൾ അവരാകെ സ്തംഭിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു. അവർ വല്ലാത്തൊരു ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ദേഷ്യപ്പെടണ്ട. ഈ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ ഈ കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞ് കളയാൻ നിങ്ങൾ എന്തെല്ലാം കഴിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ വല്ലാത്ത എല്ലാവരും സ്റ്റക്കായി പോയത്. എടുത്ത വഴി അദ്ദേഹം പറഞ്ഞു, വളരെ സത്യമാണ്. ഈ കുട്ടി പെട്ടെന്ന് തന്നെ രണ്ടാമത് ഗർഭം ധരിച്ചപ്പോൾ, ആദ്യത്തെ കുട്ടിയെ കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി പെട്ടെന്ന് ഗർഭം ധരിച്ചപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവൾ പലതും കഴിച്ചു. എന്ന് ഞാൻ പറഞ്ഞു അവളോട്, ഇതിൻ്റെ വില നീ അറിയേണ്ടി വരും. അതെ, കളയാൻ ഉദ്ദേശിച്ച സാധനം പിന്നീട് കിട്ടി. അവസാനം അതിനെ വളർത്തി വലുതാക്കി 10-17 വയസ്സായപ്പോൾ അള്ളാഹ് തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. ഇപ്പം ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ, അസത്യാഗ്രഹം കിടക്കാൻ പറഞ്ഞു ഞാൻ. അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ സത്യാഗ്രഹം കിടക്കും. വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സത്യാഗ്രഹം കിടക്കുന്നില്ലേ? അപ്പം നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന്. ഞാൻ എന്താ അവർക്ക് ഉത്തരം പറയേണ്ടത്? ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ആ കുട്ടി അള്ളാഹിൻ്റെ വിളി കേട്ടി മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ചില ആളുകൾ അങ്ങനെയാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാതെ വൈകല്യങ്ങളുള്ള കുട്ടികൾ, കണ്ണു കാണാത്ത കുട്ടികൾ, ഇങ്ങനെ ഓരോ കുട്ടികളുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനോരോ കാരണങ്ങളൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ആ ഒരു സംഭവം വരുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകും. അപ്പം അതറിയാൻ ഡോക്ടർമാർക്ക് കഴിയില്ല. ഡോക്ടർമാർക്ക് ശരീരത്തിൻ്റെ കംപ്ലയിൻസ് പറയാനേ പറ്റുള്ളൂ. ചില ഡോക്ടർമാർ ചോദിക്കുന്നത് കേൾക്കാം, ഇതുപോലെ ഷുഗറോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ ചോദിക്കും, പാരമ്പര്യം, കുടുംബത്തിൽ ശ്വാസം മുട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും, കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം ഇതൊക്കെ വരുന്നതിനൊരു കാരണമുണ്ട്. വെറുതെ ഒന്നും ഉണ്ടാകുന്നതല്ല, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അത് രോഗമായാലും എന്തായാലും എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്താതെയാണ് പലരും മരിച്ചു പോകുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത്തരം ധാരാളം അനുഭവങ്ങളൊക്കെ ഒരുപാട് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു ഭാഗത്ത് പരിഹാസികളുടെ എണ്ണം വർദ്ധിക്കും. നമ്മളാരാ?
അപ്പം അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടാറില്ല. ചില അബദ്ധങ്ങളൊക്കെ പറ്റിക്കൊണ്ടിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നമ്മളെ സൂക്ഷിച്ച് ജീവിക്കുക. അപ്പോൾ എങ്ങനെ ജീവിക്കണം? ഒരു മോമിനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? എല്ലാവർക്കും മോമിനാകാൻ പറ്റും. മോമിനാകാൻ വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കണം, അതാണ് പഠിക്കേണ്ടത്. അത്തരം വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞ വിഷയത്തിൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു പ്രസ്ഥാനത്തിനെയും തകർക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു പ്രസ്ഥാനത്തിനോട് വെല്ലുവിളി നടത്തിയതുമല്ല. എൻ്റെ അറിവുകൾ ഞാൻ പറയുന്നു. ഇവിടെ യുക്തിവാദികൾ എന്തൊക്കെയോ പറയുന്നു, പ്രവാചകൻ എത്രയോ പരിഹസിക്കുന്നു. ഇന്നും പരിഹാസങ്ങൾ കൊണ്ട് അമ്പെയ്യുമ്പോൾ ഇവിടുത്തെ ആലിമീങ്ങളൊക്കെ മൗനം പാലിച്ചിരിക്കുകയാണ്. എനിക്കപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട് ഇവരോട്. കാരണം വേറൊന്നുമല്ല, ഇവരോട് യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല, അത് വേറൊരു സത്യം. പക്ഷെ മാണിക്യമലരായ ഭൂവി എന്നുള്ളൊരു പാട്ട് വന്നപ്പോൾ അതിനെതിരെ വിപ്ലവമുണ്ടാക്കിയ ആലിമീങ്ങൾ റസൂലുള്ളാൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പുന്നക്കലിനെ പോലെ, അതുപോലെ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ, ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തിയുടെയൊക്കെ സംസാരങ്ങൾ കഴിയുന്നതും അത് കേൾക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇവരൊക്കെ ഒരു പകപോക്കൽ പോലെ ആരുടെയൊക്കെയോ ആർക്കൊക്കെയോ എന്തോ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻ്റായ ആളുകളാണ്. പത്രക്കാർ പറയുമ്പോൾ ഈ ആലിമ്യങ്ങൾ മൗനം പാലിക്കുന്നത് ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ബാപ്പയെ പറയുമ്പോൾ നമ്മൾ കേട്ടു നിൽക്കും. അപ്പോൾ നമ്മുടെ പ്രവാചകനെ പറയും ആൾക്കാർ പറയും, ഉണ്ടോ അവൻ വാളെടുക്കാൻ തുടങ്ങി, അവൻ ആ വാളെടുക്കുന്ന സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും. എന്തായാലും റബ്ബാണല്ലോ എല്ലാവരെയും പടച്ചത്, തിന്മയും നന്മയും അവൻ്റെ തന്നെയാണല്ലോ. അപ്പം അത്തരക്കാർക്ക് കുറേ പറഞ്ഞു കഴിയുമ്പോൾ അവരിലേക്ക് അത് വന്ന് പിടികൂടും. മയൽറുന ഇല്ലാ സേഹത്തം വാഹിദത്തും ദഹൂദും വയ്യസിമോൻ, അത് നിങ്ങളിലേക്ക് എത്തും താമസിയാതെ. തൽക്കാലം നിർത്തുന്നു.